നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തയല്ല ഇന്ന് നൽകാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അസാധാരണമായൊരു പ്രഖ്യാപനം കൂടി നടത്തി. മൊത്തം 25% കൂടി, അതായത് മൊത്തം 50% നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്താൻ ഉദ്ദേശിക്കുന്നത്. പുതിയ പ്രഖ്യാപനം 21 ദിവസത്തിനുള്ളിൽ നടപ്പിലാകും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉത്തരവ്. റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഉള്ള ഒരു കാരണം, ഒരു ഉപാധി എന്ന നിലയിലാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ളൊരു നടപടി. അമേരിക്കൻ പ്രസിഡന്റ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: റഷ്യയുടെ നടപടികൾ, ഉക്രൈനുമായിട്ടുള്ള നിരന്തര യുദ്ധം, അതേപോലെ തന്നെ റഷ്യ സായുധവൽക്കരിക്കുന്നത്, പലതരത്തിലുള്ള ആയുധങ്ങൾ സജ്ജീകരിക്കുന്നതെല്ലാം അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കും അമേരിക്കയുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ്. ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പരിഹരിക്കുന്നതിലേക്കായി ഇന്ത്യക്കെതിരെ ഒരു അമിതമായ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു നികുതി ചുമത്തുകയാണ്. ഇതിലൂടെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. ഇന്ത്യക്ക് നികുതി ചുമത്തുന്നതിലൂടെ എങ്ങനെയാണ് റഷ്യ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. നിലവിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ റഷ്യക്ക് അവർക്ക് നിലവിൽ യുക്രൈനുമായി യുദ്ധം ചെയ്യാനായിട്ടുള്ള പണം ഇതുവഴി ലഭിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ റഷ്യ സാമ്പത്തിക സമ്മർദ്ദത്തിലാകുകയും അതുവഴി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ട്രംപിൻ്റെ കണ്ടുപിടുത്തം. ഇതിനോട് ഇന്ത്യ വളരെ സംയമനത്തോടെയുള്ളൊരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം നടത്തിയത്. നേരത്തെ തന്നെ ഇന്ത്യ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയിൽ നിന്ന് ഇപ്പോഴും വ്യാപാര ഉടമ്പടികൾ പാലിക്കുന്നു. ഇപ്പോഴും റഷ്യയിൽ നിന്ന് നിരവധിയായ ഇന്ധനമടക്കം ഇറക്കുമതി ചെയ്യുന്നു. ഈ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യയെ അമിതമായ നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തുന്നത് എന്നുള്ള വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ സംയമനത്തോടെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് ബാരലിന് $60 കണക്കെയാണ് റഷ്യ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിപണികളിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായും $120 മുതൽ $130 വരെയാകും. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ, ഇന്ത്യ നമുക്കറിയാവില്ല, ഏതാണ്ട് 80-85% നമുക്ക് വേണ്ട ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഉയർന്ന വിലയ്ക്ക് ഇന്ധനം വാങ്ങിയാൽ തീർച്ചയായും അത് നമ്മളുടെ ജനങ്ങളെയും ഇവിടെയുള്ള വ്യവസായശാലകളെയും വളരെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് വിപണി താൽപ്പര്യവും രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യവും പരിഗണിച്ചാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ വ്യാപാര യുദ്ധ പ്രഖ്യാപനം അതൊരിക്കലും ന്യായമല്ല, നീതിയല്ല, ഒരിക്കലും ഇന്ത്യക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതിന് തുല്യമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ട്രംപ് 21 ദിവസത്തെ കൂടെ സമയം തന്നിരിക്കുന്നു. 21 ദിവസം കഴിഞ്ഞായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു വലിയ നികുതി ചുമത്തുക എന്നുള്ളത്. അപ്പോൾ ഈ 21 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ട്രംപിനെ അനുനയിപ്പിക്കാൻ സാധിച്ചാൽ, കുറച്ചുകൂടി ട്രംപിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഈ വ്യാപാര യുദ്ധത്തിൽ നിന്ന് ഇന്ത്യക്ക് ഒഴിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിനെ സധൈര്യം നേരിടുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്ര എളുപ്പമല്ല ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം എന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024 ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തിയ വ്യാപാരം ഏകദേശം 87 ബില്യണാണ്. 87 ബില്യൺ ഡോളറിൻ്റെ ഇടപാടാണ് ഇന്ത്യ അമേരിക്കയിൽ നടത്തിയത്. അതായത് ഇന്ത്യൻ സാധനങ്ങൾ അമേരിക്കയിലേക്ക് വിറ്റത് 87 ബില്യൺ ഡോളറിൻ്റെതാണ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിയത് ഏതാണ്ട് 41 ബില്യൺ ഡോളറിൻ്റെ സാധനങ്ങളാണ്. അതായത് അമേരിക്കയ്ക്ക് 46 ബില്യൺ ഡോളറിൻ്റെ വ്യാപാര കമ്മി
ഇന്ത്യയുമായി ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യക്കെതിരെ ആദ്യഘട്ടത്തിൽ 25% നികുതി ചുമത്തിയത്. കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പിഴ എന്നോണമാണ് വീണ്ടും ഒരു 25%, അങ്ങനെ മൊത്തം 50% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ നേരത്തെയുള്ള ഭീഷണി പ്രകാരം 100% നികുതി ഏർപ്പെടുത്തുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ 50% വരെ എത്തി എന്ന് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ 21 ദിവസത്തെ സാവകാശം കൂടി തന്നിരിക്കുന്നത് ഒരു വിലപേശൽ തന്ത്രമായിട്ട് വേണം കരുതാൻ. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കം ഇന്ത്യ നടത്തുമോ എന്നുള്ളതായിരിക്കും ട്രംപ് കാത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഒരു കാരണവശാലും അമേരിക്കയുടെ ഭീഷണികൾക്ക്, അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം റഷ്യയുമായിട്ടുള്ള എണ്ണ വാങ്ങുന്നത് മാത്രമാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും നമ്മളത് തുടരാൻ തന്നെയാണ് തൽക്കാലം തീരുമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ തൽക്കാലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വകാര്യ മേഖലയിലെ റിലയൻസും അതേപോലെ നയര അടക്കമുള്ള സ്വകാര്യ മേഖലയിലെ വിതരണ ശൃംഖല ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് എണ്ണ കൊണ്ടുവരുന്നത്. അത് തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൂടാതെ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ കരാറുകൾ സജീവമാക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ F-35 വേണ്ട എന്ന് പറഞ്ഞ ഇന്ത്യ റഷ്യയിൽ നിന്ന് അത് വാങ്ങുന്നതിലേക്കുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് ചെന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതിനാണ് അദ്ദേഹം അവിടെ പോയത്. തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും റഷ്യയിലേക്ക് പോകുന്നു. അപ്പോൾ അമേരിക്കയ്ക്കുള്ള കൃത്യമായ സന്ദേശമാണ് ഈ രണ്ടു പേരുടെയും റഷ്യൻ സന്ദർശനം കൊണ്ട് ഇന്ത്യ നൽകുന്നത് എന്നുള്ളതാണ്. ഇനി കണക്കുകൾ കൂടി പരിശോധിക്കണം. അതായത് ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ചൈന വാങ്ങിയ, അതായത് അവരുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ 21.5% റഷ്യയിൽ നിന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ചൈന വാങ്ങിയത്. എന്നാൽ 2021 കാലയളവിൽ 15% മാത്രമാണ് റഷ്യയിൽ നിന്ന് ചൈന എണ്ണ വാങ്ങിയതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 21.5% വാങ്ങിയിട്ടുണ്ട്. അതേപോലെ പ്രകൃതിവാതകം കഴിഞ്ഞ സാമ്പത്തിക വർഷം 8.3 മെട്രിക് ടണ്ണാണ് ചൈന ഇറക്കുമതി ചെയ്തത്. അതിന് മുമ്പുള്ള വർഷം ഇത് 3.3 മെട്രിക് ടൺ മാത്രമായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് ചൈനയായിരിക്കെ ചൈനയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഏറ്റവും രസകരമായത്. അതായത് ചൈനയ്ക്കിപ്പോൾ ഇന്ത്യയേക്കാൾ 20% കുറഞ്ഞ നികുതിയാണ് ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. അതേപോലെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ 31% കുറവാണ് നികുതി ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ്. ഇതുകൂടാതെ ഇന്ത്യ ആരോപിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട്, അവർക്കൊന്നുമില്ലാത്ത നടപടിയാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഹംഗറി റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് ഇപ്പോഴും എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തമായി പരിഗണിച്ചാൽ അവരുടെ ഇറക്കുമതി അല്ലെങ്കിൽ ഇടപാടുകളിൽ നേരിയ കുറവ് നമുക്ക് മനസ്സിലാകും. 2024 77.9 ബില്യൺ യൂറോയുടെ ഇടപാടാണ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി നടത്തിയിട്ടുള്ളത്. എന്നാൽ മുൻ വർഷം 2021 ഇത് 257.5 ബില്യൺ യൂറോയുടെ. അപ്പോൾ ഗണ്യമായ കുറവ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നെങ്കിലും ഇന്ധന ഇറക്കുമതി നിർബാധം തുടരുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. അതായത് ഈ വരുന്ന 77.9 ബില്യൺ യൂറോയുടെ ഇടപാട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്നതിലേറെയും ഇന്ധന ഇറക്കുമതി വഴിയാണ് എന്നുള്ളതാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പ്രകൃതിവാതകം ഇറക്കുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം 105.6 ബില്യൺ യൂറോയുടെ പ്രകൃതിവാതകമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങിയത്. ഇത് മുൻ വർഷത്തെക്കാളും 9% വർധനയാണെന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ അമേരിക്ക റഷ്യയുമായിട്ട് വലിയ രീതിയിലുള്ള ശത്രുത വെച്ച് പുലർത്തുമ്പോഴും ഇപ്പോഴും അമേരിക്ക റഷ്യയിൽ നിന്നുള്ള ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.2 ബില്യൺ ഡോളറിൻ്റെ ഇടപാട് റഷ്യ അമേരിക്ക തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മുൻ വർഷങ്ങളിൽ 2021 അത് 36 ബില്യൺ ആയിരുന്നു. അപ്പോൾ ഗണ്യമായ കുറവുണ്ട്. അപ്പോൾ ഇന്ധനം നേരിട്ട് റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുന്നില്ല. എന്നാൽ മറ്റ് ഘടകങ്ങൾ, ഉദാഹരണമായി പറഞ്ഞാൽ വളം, കെമിക്കൽ,
അമേരിക്കയുടെ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമായ യുറേനിയം അടക്കമുള്ളവ, ഇലക്ട്രോണിക് വാഹന നിർമ്മാണത്തിന് ആവശ്യമായ പൊള്ളാഡിയം അടക്കമുള്ളവയെല്ലാം ഇപ്പോഴും അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം വസ്തുത ഇതാണെന്നിരിക്കെ ഇന്ത്യയെ തെരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമിക്കുന്നതിന് കീഴിൽ, ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് കീഴിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യയിൽ ചൈനയോടൊപ്പം തന്നെ വലിയ ഒരു സാമ്പത്തിക രാഷ്ട്രമായി, വലിയൊരു സൈനിക രാഷ്ട്രമായി വളർന്നു വരുന്നു. ഇത് അമേരിക്കയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ അമേരിക്കയോട് പരമ്പരാഗതമായി വിധേയത്വം വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വലിയൊരു ശക്തിയായി വളരുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഭയപ്പെടുന്ന രീതിയിൽ അമേരിക്കയ്ക്ക് ബദലായി ഒരു ശക്തിയായി ഇന്ത്യ വളർന്നു വരുന്നു എന്നുള്ള ഒരു ഭീതി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരുന്നത് അനുവദിക്കില്ല. അതേപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു സഖ്യം, റഷ്യ, ചൈന, ഇന്ത്യ സഖ്യവും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇതിന് മുളയിലേ നുള്ളുക എന്നുള്ളൊരു അജണ്ട വെച്ചുകൊണ്ടാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്താത്ത വൻ നികുതി ഇന്ത്യക്കെതിരെ ചുമത്തുന്നത്. അതേപോലെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് പോലും താരതമ്യേന ചെറിയ നികുതി ചുമത്തുമ്പോൾ ഇന്ത്യക്കെതിരെ ഇത്ര വലിയ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യ അനുദിനം വലിയൊരു സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയായി മാറുന്നു എന്നുള്ള അമേരിക്കയുടെ തിരിച്ചറിവാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്.